പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ചാറ്റ് ജി പി ടി പുറത്തിറക്കിയ ഓപ്പൺ എ എന്ന് പറയുന്ന കമ്പനി പുതിയൊരു അടാർ സാധനമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് സോറ എന്ന് പറയുന്ന ടെക്സ്റ്റ് ടു വീഡിയോ കൺസ്ട്രക്ട് ചെയ്യുന്ന ടൂളാണ്. ഇത് പബ്ലിക്കിലേക്ക് ആക്സസിബിൾ ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്കത് അവരുടെ സൈറ്റിൽ പല തരത്തിലുള്ള ഈ സോറ ക്രിയേറ്റഡ് വീഡിയോസ് കാണാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത രീതിയിലുള്ള വീഡിയോകളാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇതൊരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്ന് പറഞ്ഞാൽ ഒരു ഹോളിവുഡ് മൂവി എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിലൊക്കെയാണ് കമാൻഡ് കൊടുത്തിട്ട് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കമാൻഡ് ഇവിടെ കാണാൻ സാധിക്കും. ഒരു സിംഗിൾ കമാൻഡിൽ തന്നെ നമുക്ക് 60 സെക്കൻഡ് വരെയൊക്കെയുള്ള വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നിരവധി എക്സാമ്പിൾസ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. openai.com/sora എന്ന് പറയുന്ന സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ. ഇത് മറ്റൊരു വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് അതെന്ന് ഇതൊരു ഹെലികോപ്റ്റർ ഷോട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോൺ ഷോട്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആണെന്ന് തന്നെ തോന്നും. യഥാർത്ഥത്തിൽ ഇതിലെ AI ജനറേറ്റഡ് വീഡിയോ ആണ്. നേരത്തേക്കുള്ള AI ജനറേറ്റഡ് വീഡിയോകളിൽ നമുക്കതൊരു AI നിർമ്മിച്ച് തരുന്നതാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ അതായത് ഓപ്പൺ AI പുറത്തിറക്കിയിരിക്കുന്ന സോറ എന്ന് പറയുന്ന ടൂളിൽ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയെ തന്നെ, അതായത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ തന്നെ ഇത് മാറ്റിമറിക്കും എന്നുള്ളത് സംശയമില്ല. കാരണം വലിയ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ വരുന്ന പല ഷൂട്ടിങ്ങുകളും ഇത് ഉപയോഗിച്ചുകൊണ്ട് കമാൻഡ് കൊടുത്തുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് പബ്ലിക്കിലേക്ക് താമസിയാതെ എത്തുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മറ്റു ചില വീഡിയോകൾ കൂടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതേപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോകൾ കൂടാതെ ഇതേപോലത്തെ ആനിമേഷൻ വീഡിയോ, ഇത് നമ്മൾ പിക്സാർ ആനിമേഷൻ അങ്ങനെയുള്ള പിക്സാർ കമ്പനിയൊക്കെ പുറത്തിറക്കിയിരിക്കുന്നത് പോലെയുള്ള ആനിമേഷൻസ് ഒക്കെ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും എന്നാണ് ഇതിലെ എക്സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, വീണ്ടും പല വീഡിയോകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനലി ഷൂട്ട് ചെയ്തത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വീഡിയോസ് ഒക്കെ നമുക്ക് ഒറിജിനലി ഷൂട്ട് ചെയ്തത്, ആക്ച്വലി ഇത് ഒറിജിനലി ഷൂട്ട് ചെയ്തതല്ല, പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നിർമ്മിച്ച വീഡിയോകളാണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ ഈ പുസ്തകം വായിക്കുന്ന ഈ ഒരു വിഷ്വൽ, ഇതൊക്കെ ജസ്റ്റ് പ്രോംപ്റ്റ് ആണ്. കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരു AI ജനറേറ്റർ ആണെന്ന് നമുക്ക് തോന്നുകയില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി തന്നെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഇൻഡസ്ട്രിയെ തീർച്ചയായിട്ടും മാറ്റിമറിക്കും. അതേപോലെ ഞാൻ കണ്ട ചില സംഗതി, ഇത് മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പല റൂൾസും അല്ലെങ്കിൽ പല റെഗുലേഷൻസും അവർ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ കറന്റ്ലി അത് ഇന്റേണലി ചില ക്രിയേറ്റേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NBC ന്യൂസ്, അമേരിക്കയിലെ NBC ന്യൂസിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹേറ്റ്ഫുൾ ആയിട്ടുള്ളത്, വയലന്റ് ആയിട്ടുള്ളത്, സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ നിർമ്മിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പോളിസീസ് അവർ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ എന്താണ് വരായികൾ എന്നൊക്കെ ഉള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി അതിന് ശേഷമായിരിക്കും ഇത് റിലീസ് ചെയ്യുന്നത് പബ്ലിക്കിലേക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോറയുടെ സൈറ്റിൽ നമുക്ക് മറ്റ് ചില വീഡിയോകളിലൂടെ കാണാം. ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അന്തം വിട്ട വീഡിയോകളാണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഇതുപോലത്തെ ആനിമേഷൻസ് ഒക്കെ പണ്ട് വളരെ ബുദ്ധിമുട്ടി ഒരുപാട് പിന്നെ സമയമെടുത്ത് ചെയ്തുകൊണ്ടിരുന്ന സംഗതികളൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് ഒരു കമാൻഡിലൂടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ പ്രോംപ്റ്റ് ഒക്കെ ഇതിന്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരു ചൈനീസ് ഫെസ്റ്റിവലിന്റെ ഒരു വീഡിയോ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പൊ ഈ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഐഡിയകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഓപ്പൺ AI പുതിയ പുതിയ സംഗതികളായിട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ബിസിനസ്സിലും അതേപോലെ തന്നെ ജോലിയിലും ഡെയിലി ലൈഫിലും ഒക്കെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സോറ എങ്ങനെയാണ് ആക്ച്വലി
നമ്മുടെ ലൈഫിനെയൊക്കെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നതൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ നടത്താറുള്ള 2 മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.